ഫ്രണ്ട്സ് ഞാണ്ടല്ലോ ഫുഡ് കഴിക്കാൻ വേണ്ടി കേട്ടോ വിശക്കുന്നു. ഒരു സമയം രാത്രി 8:30 മണി കേട്ടോ, 8:30 ഞാൻ ചെയ്താലും കുട്ടിക്ക് നല്ല വിശപ്പ്. അപ്പോൾ ഒരു ഷവർമ കഴിക്കാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഷവർമയോ അൽഫാമോ ഒന്നും കഴിക്കാം. അപ്പോൾ എനിക്ക് ചെറുന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അങ്ങോട്ട് നിന്ന് കഴിക്കാം. അപ്പം അങ്ങനെ പോയി കേട്ടോ. എന്ത് തണുപ്പ് മക്കള്, തണുപ്പ് എന്നെല്ലാം പറഞ്ഞാലുണ്ടല്ലോ. ഒരാഴ്ച ആയിട്ടുണ്ടല്ലോ, ഒരാഴ്ചയായി. എന്ത് തണുപ്പെന്നറിയാം, ഭയങ്കരമാണ്. ഇപ്പോൾ മൂന്നാറിലെ ഊട്ടിയിലെല്ലാം മഞ്ഞിങ്ങനെ വീഴുന്നു. മൈനസാണ് പോലും മൈനസ്. മഞ്ഞ നല്ല മഞ്ഞ. കാണുന്നുണ്ട് അങ്ങ് അങ്ങോട്ടേക്കെല്ലാം ഇങ്ങനെ മഞ്ഞ് വന്നിട്ടുണ്ട്. വണ്ടീൻ്റെ ലൈറ്റിന് മനസ്സിലാവും. ഭയങ്കര മഞ്ഞാണ്, ഭയങ്കര മഞ്ഞൊന്നുമില്ല, പക്ഷെ ഭയങ്കര തണുപ്പ്. ഭയങ്കര തണുപ്പ്. നമ്മുടെ എല്ലാം ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ തണുപ്പ് ഉണ്ടായിട്ടില്ല കേട്ടോ. ഈ ഒരാഴ്ചയായിട്ട് ഭയങ്കരമാണ് ഇപ്പോൾ ഇത്രയും തണുപ്പ്. എന്തെങ്കിലും അൽഫാമോ അല്ലെങ്കിൽ ഷവർമേറ്റം കഴിക്കാം നോക്കട്ടെ. ഞാൻ ഇങ്ങനെ പോകുന്നുണ്ട്. അത് തണുത്തിട്ട് വണ്ടി ഓട്ടുമ്പോൾ ഭയങ്കര അങ്ങനെ ഇവിടെ എത്തിയാട്ടാ. ഈ ചെറുന്നില് ഷവർമ കൊണ്ടുണ്ട്. പ്ലേ ഷവർമ, ചാർക്കോൾ ഷവർമ. പിന്നെ നമുക്ക് ഷെയ്ക്ക് പറയാം. സീതാപ്പഴം ഷെയ്ക്കായിട്ടുണ്ടാവും, നോക്കട്ടെ. ഷെയ്ക്ക് പറയാം. അപ്പോൾ വേറെ വിശേഷം 2 ദിവസമായിട്ട് വീഡിയോ ഉണ്ടായിട്ടില്ല. ഷോർട്സ് ഇട്ടിന് കേട്ടോ. 1-2 ഷോർട്സ് ഇട്ടിന്. 1-2 ദിവസം ഷോർട്സ് ഉണ്ട്. 2 ദിവസമായിട്ട് വ്ളോഗില്ല. അത് കുറച്ച് തിരക്കാണ്. ഫോട്ടോഗ്രാഫീൻ്റെ വെഡ്ഡിങ് വർക്ക് അറിയാമല്ലോ. വെഡ്ഡിങ് ഫോട്ടോഗ്രാഫീൻ്റെ തിരക്കായിപ്പോയി. എട്ടിക്കുളം വർക്ക് ഉണ്ടായിരുന്നു, കല്യാണം ഉണ്ടായിരുന്നു, ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നു മിന്നാന്ന്. ഞാൻ ശരിക്കും വെഡ്ഡിങ് വർക്കിന് പോകുമ്പോൾ വീഡിയോയിൽ കാണിക്കലുണ്ട്, വ്ളോഗ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ മിന്നാൻ ചെയ്തില്ല. മിന്നാ തിരക്കിട്ട് വേണ്ട. എട്ടിക്കുളം ബീച്ചിൻ്റെ അടുത്താട്ടോ. ഞാൻ നേരത്തെ പോകുന്നുണ്ടെങ്കിൽ ബീച്ചിൻ്റെ അവിടെ നിന്ന് ഇതെല്ലാം കാണിക്കാൻ വിചാരിച്ചു. പിന്നെ തിരക്കായിപ്പോയി. വർക്കിന് പോകുമ്പോൾ അങ്ങനത്തെ ഒരു ഇതുണ്ട്. നമുക്ക് വിചാരിക്കുന്ന നല്ല വീഡിയോ കൊണ്ട് കളിക്കാൻ കഴിയില്ല. പക്ഷെ എന്നാലും ഞാൻ എടുക്കാം കേട്ടോ, ഉൾപ്പെടുത്താം. ഓക്കെ, പറയാം. ഇതാ ചാർക്കോൾ ഷവർമ. നമ്മളെ സാധനം. വൗ, കേൾക്കാ നൈസാട്ടോ, നൈസ്. അവിടെ നാളെ മറ്റന്നാളും വർക്കുണ്ട്, ബെഡ് വർക്ക്. ഇത് ശരിക്കും സാധനം കക്കിരി അല്ലേ? കക്കിരി എന്ത് കളർ കക്കിരി ഉണ്ട് അല്ലേ? അല്ല ബീട്രൂട്ടിൻ്റെ അപ്പം ഇട്ടിട്ട് ഇങ്ങനെ കളറായതാ. ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്ന് കുറച്ച് മുമ്പ് ഇതെന്ന് കഴിക്കുമ്പോൾ ദയവായി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി വർക്കുണ്ടെങ്കിൽ വിളിക്കട്ടോ, ഏൽപ്പിക്ക്. നല്ല അടിപൊളി വർക്ക് ചെയ്ത് തരാം. ഓക്കെ, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ട്, അഷ്റഫ് കണ്ണൂർ ഫോട്ടോഗ്രാഫി. ഒന്ന് സെർച്ച് ചെയ്യും, എന്നിട്ട് നോക്ക്. എന്നിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യട്ടോ. ഓക്കെ, എന്നിട്ട് വർക്കുണ്ടെങ്കിൽ വിളിക്ക്, അടിപൊളി വർക്ക് ചെയ്ത് തരാം ഇൻഷാ അല്ലാഹ്. വിളിക്കാൻ മതി. ഇതിന് സോസ് ഉണ്ട്. സോസ് വയ്ക്കുന്നില്ല. സോസ് വയ്ക്കാനുള്ള രസമുണ്ട്. സോസ് വയ്ക്കാനുള്ള രസമുണ്ട്. മസാല കഴിച്ചിട്ട് പോവാം. നമുക്ക് ചെറുതിൽ ചങ്ങനെ കാണണം. ഓക്കെ, അങ്ങോട്ടാണോ പോകും? അപ്പോൾ കഴിക്കട്ടെ. ഓക്കെ, നൈസാട്ടോ, അടിപൊളിയാ, മോശമില്ല. അങ്ങനെ ഷേക്ക് ഇത് ഇളനീരട്ടോ, ഇളനീർ ഷേക്ക്. സീതാപ്പഴം ഇല്ല. സീതാപ്പഴം ഇപ്പോൾ ഇവിടെ വന്നത് സീതാപ്പഴത്തിൽ പുഴുണ്ടായിരുന്നു. വന്ന സീതാപ്പഴത്തിൽ വന്നതിൽ കംപ്ലീറ്റ് പുഴു പോലും. ഇവർ പറഞ്ഞത് ഇപ്പോൾ ഇതിൻ്റെ ആൾ പിന്നെ ഓണറാന്ന് തോന്നുന്നു. ഒരു ഇക്കുണ്ട് ഇവിടെ നേരെ പറഞ്ഞു
സീതാപ്പഴത്തിൽ ഫുൾ പൂക്ക് വന്ന് അതുകൊണ്ട് ഒഴിവാക്കി. അതുകൊണ്ട് ഇന്ന് സീതാപ്പഴം ഇല്ലാന്നാണ്. ഞാൻ പറഞ്ഞ എഴുന്നീർ എടുക്കുന്നു. അങ്ങനെ എഴുന്നീർ ഓരോ സ്ഥലത്തുനിന്ന് ഇതിൽ ഐസ്ക്രീം ഇടും ഷെയ്ക്കിൽ. ഐസ്ക്രീം ഇട്ട് കൂടുതൽ ഐസ്ക്രീം അയക്കാനുണ്ട്, ഇതിൻ്റെ ടേസ്റ്റ് ഇടില്ല. ഈ ഇളനീർ, സീതാപ്പഴം, ഇങ്ങനത്തെ എന്ത് ഫ്രൂട്ട്സിൻ്റെ ഷെയ്ക്ക് അടിക്കുമ്പോഴും ഐസ്ക്രീം ഇട്ടാൽ തന്നെ പറയാം. അധികമായാൽ തീരെ കിട്ടൂല, തീരെ ടേസ്റ്റ് കിട്ടൂല. നമുക്ക് അതിന് ഫ്ലേവർ കിട്ടൂല, അതിൻ്റെ സാധനം കിട്ടൂല. ഐസ്ക്രീം തന്നെയായിരിക്കും, ഐസ്ക്രീം കഴിക്കുന്ന പോലെയാവും. കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് കഴിച്ചാൽ എനിക്ക് അങ്ങനെ തോന്നി. വെറും ഐസ്ക്രീം ജ്യൂസ് അടിച്ച് കുടിക്കുന്നവരുണ്ട്, ഷേക്ക് അടിച്ച് കുടിച്ചവരുണ്ട്. നമുക്കത് എന്താ സാധനമൊന്ന് അതിൻ്റെ ഒരു മണം പോലും കിട്ടുന്നില്ല. പക്ഷെ ഇപ്പം കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഐസ്ക്രീം ഇട്ടിട്ടുള്ള ഷേക്ക് ഐ ഡോണ്ട് ലൈക്ക്. ഇത് കുഴപ്പമില്ല. ഈ ഐസ്ക്രീം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഐസ്ക്രീം ഇട്ടിന് ഉണ്ടെന്ന് തോന്നുന്നു. കഴിക്കട്ടെ. ഓക്കെ, കഴിച്ചിട്ട് വരുന്ന വിടാം കേട്ടോ. ഇവിടെ ആരും ഇല്ല, ഞാനേ ഉള്ളൂ. നമ്മുടെ ഒച്ചാക്കാലോ. രസമല്ലേ? പോവാ ഇവിടെ മലയാളി നോക്കുന്നുണ്ട്. മലയാളിയൊക്കെ ഇവരെന്തെങ്കിലും ഒച്ചാക്കുന്നത്. വാ 150, 100 രൂപയും 80 രൂപയും കൊടുക്കട്ടെ. കൊടുത്തിട്ട് ഇരുന്ന് വിടാം കേട്ടോ. വിട്ടോടാ വിട്ടോടാ നോക്കടാ. അപ്പോൾ തറക്കമില്ല കേട്ടോ. തറക്കം 2 പാട്ടലും പാടിയൊക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ റൂമുണ്ട്. അപ്പോൾ അറിഞ്ഞിട്ട് പാട്ടലും പാടി തൊണ്ടയെല്ലാം സൗണ്ടെല്ലാം ഇതൊക്കെയാണ്. പിന്നെ ഇവിടെ നല്ല ചായ ഇട്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ കയറിയിട്ടുള്ളത്. നമ്മൾ അറിയുന്ന പുള്ളിയുണ്ട്, നമ്മുടെ നാട്ടിലെ ചക്കനുണ്ട് ഇവിടെ. അപ്പോൾ പോകാൻ പറഞ്ഞു ചായ കുടിക്കണം, ചായ കുടിച്ചിട്ടേ പോകാൻ പറ്റുന്നുണ്ട്. അസർപ്പൊക്കെ ചായ കുടിക്കണം, ചായ കുടിച്ചിട്ടേ പോകേണ്ടിരുന്നു. അങ്ങനെ ഇവിടെ ചായ കുടിക്കാൻ വരുന്നുണ്ട്. ഇതാ നമ്മളെ ഒരാളുണ്ട്. പേര് പറ, നീ എന്താ പറയാൻ പോയി? ബാംഗ്ലൂർ ചായ. ബാംഗ്ലൂർ ചായ രസമുണ്ടോ? നല്ല അടിപൊളി ചായ. ഇതാണ് മുതലാളി, നല്ല പോര്. അപ്പൊ നല്ല മുതലാളി. അപ്പൊ ചായ ഇടുന്ന് അടിക്കുന്നുണ്ട്. എന്തായാലും ചായക്കാരൻ നല്ല ചായക്കാരനാ, നല്ല ചായ. അതെയോ? ചായ കുടിച്ചോട്ടെ. ചായ നൈസാ? മോശമില്ല, മോശമില്ല, മോശമില്ല. ആനേ ദോസ്കോ മോശമില്ല, മോശമില്ല, മോശമില്ല അല്ലേ? കുഴപ്പമില്ലല്ലേ? ചെറുന്ന് തുറക്കട്ടോ. ഓനാണ് ചായ അടിക്കുന്ന ആള്. രാത്രി 12 മണി വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ടെല്ലാം പോകുമ്പോൾ കയറിയിട്ട് കുടിച്ചു നോക്ക്, അഭിപ്രായം പറ. അടുത്ത അപ്പൂപ്പൻ വരുന്നുണ്ട്, അടുത്ത അപ്പൂപ്പൻ വരുന്നുണ്ട്. അപ്പൂപ്പൻ തന്നെയാടാ, ഇത് കുറേ എണ്ണം ഉണ്ടോ. അടുത്ത അപ്പൂപ്പൻ വരുന്നുണ്ട് കേട്ടോ. ഓ അതിതാ തന്നെയാ, നേരത്തെ തന്നെയാടാ. ഇത് നേരത്തെ തന്നെ, ഇത് നേരത്തെ അല്ലേ? നേരത്തെ പോയതാ. ഇത് പറയാ പിള്ളേർ ക്യാമറ കാണുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും, അതാ പ്രശ്നം. ഇന്ന സൗണ്ട് കേട്ടോ, അതാണ് പിള്ളേരെ കണ്ടോ. അപ്പൂപ്പ തുള്ളി തുള്ളി വരുന്നു. അടുത്ത അപ്പൂപ്പ. ഓ ആടാ ആടാ, ശരിയടാ, ആടാ എടാ എടാ, എനിക്കൊടുത്തേ ഓനാണ് ആള്, മുട്ടേൻ്റെ ആള് ഓനോ. പൈസ അയച്ചു കൊടുക്കട്ടെ, ഞാൻ അതിൻ്റെ ഇതിലായി പോയി. എടാ 36.
എല്ലാവരും ഉണ്ടല്ലോ. പിള്ളേർ മുട്ടായി എടുത്തിട്ട് ഇറങ്ങി. കാണാ പോവാ നേരെ നാട്ടിലേക്കട്ടാ. ഇനി വരുന്നോ? നമ്മുടെ നാട്ടിലെ കണ്ണിൽ ഉണ്ണിയായ എന്റെ പേരെന്നടാ? റാവി. അത് പോവാട്ടാ. അപ്പൂപ്പ നേരെ അവിടത്തേക്ക് പോയിട്ടുണ്ട്. പോവാണോ? ഞാൻ പോട്ടെന്നോ? വീണ്ടും കാണാം, വിളിക്കാട്ടോ. ഓക്കെ ശരി. ആ പുന്നശ്ശേരി അല്ല ഇവിടെ താവത്ത് പമ്പിലെത്തിയാട്ടോ. താവത്ത് പമ്പിൽ നാളെ വർക്കുണ്ട്. ഏതായാലും എണ്ണടിക്കാം, കുറച്ച് നല്ലോണം എണ്ണടിക്കാം. നാളെ ഫോട്ടോഗ്രാഫി ഉണ്ട്. ഒരു 200 അടിച്ചു. പെട്രോൾ അടിച്ചിട്ട് പോവാം. ഓക്കെ ആയിട്ടില്ല. ഉള്ളില് ആ ഇതുവരെ ഇങ്ങനെ ഉള്ളിലുള്ള അടിച്ചിട്ടില്ലേ? അല്ല ഓരോ അകാനാ പറഞ്ഞു ഉള്ളിലുള്ളത് അടിച്ചിട്ടില്ലേന്ന്. ഓരോന്നിന് പുറത്തുണ്ട്, ഓരോന്നിന് ഉള്ളിലുണ്ട്. ഇത് ഉള്ളിൽ തന്നെ ഇടണം, അല്ലെങ്കിൽ മുകളിലേക്ക് തെറിക്കും. ഓരോട്ടാ മോത്തേക്കെല്ലാം തെറിച്ചിന് ഒരു കേട്ടോ. വെറുതെ സ്പ്രെഡ് ഇതായി